ഇന്ന് ലോകം അസൂയയോടും അത്ഭുതത്തോടും ആദരവോടുമൊക്കെ നോക്കിക്കാണുന്ന കലാകായിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ പ്രശോഭിച്ചു നിൽക്കുന്ന മനുഷ്യർക്ക് നേരെ കാലം കണ്ണടച്ചതുകൊണ്ടാണോ അവരിന്ന് മുൻപന്തിയിലെത്തിയത്? അതോ പണവും അധികാരവും സ്വാധീനവുമൊക്കെയുള്ള കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടാണോ ഇന്നത്തെ നിലയിൽ അവരെത്തിയത്? അല്ല, ഒരിക്കലുമല്ല. എന്നെയും നിങ്ങളെയും പോലെ തന്നെയായിരുന്നു അവരും. എന്നിട്ടും ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരിൽ നിന്നും അവരെങ്ങനെയാണ് വ്യത്യസ്തരായത്? നിന്നെക്കൊണ്ട് ഇതൊക്കെ കൂട്ടിയാൽ കൂടുമോ എന്ന് അവരോടാരും തുടങ്ങിവെച്ച കാലത്ത് ചോദിച്ചു കാണില്ലേ? തന്നിൽ വിശ്വസിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ ആരുമില്ലെന്ന് ഒരിക്കലെങ്കിലും അവരെ ലോകം വിശ്വസിപ്പിച്ചു കാണില്ലേ? വന്ന വഴിയിൽ അവര് പരാജയങ്ങളും തിരിച്ചടികളും ഒരിക്കലെങ്കിലും നേരിട്ട് കാണില്ലേ? തീർച്ചയായും കാണും. പിന്നെ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ പോലെ തലകുനിച്ച് വിധിയെ പഴിച്ച് അവർ മടങ്ങാതിരുന്നത്? എന്തുകൊണ്ടാണ് കാലിടറിയതിനെയും അതിന് കാരണമായവരെയും കുറ്റം പറഞ്ഞ് ജീവിതാവസാനം വരെ വെറുപ്പിലും നിരാശയിലും അവർ കത്തിയമരാതിരുന്നത്? അതിന് ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അവർ ലോകത്തിനെതിരെയോ അതിലെ മനുഷ്യർക്ക് നേരെയോ അല്ല മത്സരിച്ചത്. അവർ മത്സരിച്ചതും വിജയിക്കാൻ ശ്രമിച്ചതും കണ്ണാടിയിൽ കണ്ട അവരുടെ പ്രതിബിംബത്തിന് നേരെ മാത്രമായിരുന്നു. ടു ഗെറ്റ് ബെറ്റർ ആൻഡ് ടു ബി സ്ട്രോങ്ങർ. നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ സ്വയം അഭിമാനം തോന്നാൻ ഇന്ന് താൻ എന്താണോ അതിൽ സംതൃപ്തി നേടി ജീവിതം തള്ളി നീക്കുന്നതിന് പകരം മറ്റു മനുഷ്യരെ ശത്രുവെന്നോളം നോക്കിക്കണ്ട് അവരെ മറികടക്കാനായി വെമ്പുന്ന ശാഠ്യത്തിനപ്പുറം എൻ്റെ മത്സരവും യുദ്ധവും എനിക്ക് നേരെ മാത്രമാണെന്നും അതിൽ മൂന്നാമതൊരാൾ ഇല്ലെന്നും അതനാവശ്യമാണെന്നും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് എല്ലാം നേടിയവരെന്ന് ലോകം ഇന്ന് വാഴ്ത്തുന്നവർ അവിടെ എത്തിയത്. നാളെ നിങ്ങളുടെ കാലുകളും ഇടറിയേക്കാം. ആഗ്രഹങ്ങൾക്ക് വിപരീതമായിട്ട് തോൽവികളും നിങ്ങൾ രുചിച്ചേക്കാം. പക്ഷേ എന്നും ഓർക്കുക, ഇറ്റ്സ് നോട്ട് ഓവർ വെൻ യു ലൂസ്, ഇറ്റ്സ് ഓവർ when you quit.